വർണ്ണസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു പുത്തൻ എപ്പിസോഡുമായി ഞങ്ങൾ ഇന്ന് വന്നെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലാണ്. അഹമ്മദ് കുട്ടി, തിത്തിക്കുട്ടി എന്നിവരുടെ മനോഹരമായ 1800 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും കൂടി ചെയ്ത് തീർത്ത് സുന്ദരമായ ഒരു വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞാൻ രാജേഷ് പുറത്തൂർ നിങ്ങൾക്ക് ഏവർക്കും ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിൽ നിന്ന് ഒരു പോർഷൻ ഇങ്ങോട്ട് ഒതുക്കിയിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എൻട്രൻസിൽ തന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷനിൽ CNC വർക്ക് എല്ലാം കൊടുത്ത് ഓപ്പൺ ഷെൽഫ് എല്ലാം കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മൊറോക്കൻ മാറ്റ് ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിന് അത് വളരെയധികം മാറ്റ് കൂട്ടുന്ന രീതിയിൽ അതിനനുസരിച്ച രീതിയിൽ തന്നെ സീലിംഗ് കൊടുത്ത് ലൈറ്റിംഗ് എല്ലാം ചെയ്ത് ഒരു വേറെ ആംബിയൻസിൽ തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളിലേക്കാണ് കയറി വരുന്നത്. അതുകൂടാതെ അതിൻ്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്പൺ ഷെൽഫുകളെല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ഫിനിഷ് കൊടുത്തിട്ടാണ് ഈ ഭാഗം ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ അതിൻ്റെ ഹാളിൻ്റെ ഒരു ഭാഗത്ത് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ഓവൽ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായി മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് വരുന്ന ഒരു സൈഡിലേക്ക് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ട് നല്ല സുന്ദരമായ രീതിയിൽ ഒരു സ്പ്രിംഗ് ടൈപ്പിലുള്ള ഒരു ഹാൻഡിൽ ലൈറ്റ് എല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ ഈ ഒരു ഭാഗവും സെറ്റ് ചെയ്തിട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ കോർണറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വീട്ടിനകത്ത് ഓരോ ബെഡ്റൂമിനകത്ത് വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാണ് ഓരോ വാർഡ്രോബ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ഡോറിന്റെ ഒരു വാർഡ്രോബ് വിത്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് മാത്രമാണ് ഈ ഒരു റൂമിൽ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഓരോ ബെഡ്റൂമുകളിലും കൊടുത്തിട്ടുള്ളത്. 12-14 സൈസിൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൽ ഒരു 5-6 സൈസിലുള്ള ബെഡ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു 3 ഡോറിന്റെ വാർഡ്രോബ് അതിന്റെ കൂടെ തന്നെ ചേർന്ന് വരുന്ന രീതിയിൽ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ടാണ് ഇതിന്റെ ബാത്റൂം വരുന്നത്. ഈ ബാത്റൂം വളരെ ഒരു ബെഡ്റൂമിനകത്തേക്ക് ബാധിക്കാത്ത രീതിയിൽ ഒരു ഭാഗം ഒതുക്കി തന്നെ ഈ ഒരു ബാത്റൂം കൂടി കൊടുക്കാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർകേസിന്റെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഇതിന്റെ താഴെ ഭാഗത്താണ്. ഇതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്മോൾ ഡിസൈൻ, അതായത് നമ്മുടെ കീ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വലുതായി കാണുന്ന നല്ലൊരു പാറ്റേണിലുള്ള ഒരു ഡിസൈൻ അതിനെ തന്നെ ചെറുതാക്കി സുന്ദരമാക്കിയിട്ടുള്ള ഒരു കീ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സുന്ദരമായ ഒരു ഡിസൈനിൽ ചെറുതാക്കി കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചെലവ് കുറച്ച് നമുക്ക് എങ്ങനെ കിച്ചൺ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു കിച്ചൺ. ഈ കിച്ചണിൽ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ട് മാത്രമാണ് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു വാഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാഷ് കൗണ്ടറും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിസ്ത ഗ്രീൻ കളറിലുള്ള കബോർഡ്സ് കൊടുത്ത് അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡിൽസ് നോബുകളെല്ലാം കൊടുത്ത് കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ടാൻഡം ബോക്സിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന മൾട്ടിവുഡ് തന്നെ ചെയ്തിട്ടുള്ള സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിട്ട് നോർമലായിട്ടാണ് ഈ ഒരു ഡ്രോവേഴ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ ഇതിനൊരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ 1800 സ്ക്വയർ ഫീറ്റിൽ ചെയ്യാവുന്ന എല്ലാ ഡിസൈനും എല്ലാ പാറ്റേൺസും തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഷെൽഫ് എല്ലാം കൊടുത്ത് ഗ്ലാസുകളെല്ലാം കൊടുത്ത് ഗ്ലാസ് ഷെൽഫ്സുകളെല്ലാം കൊടുത്ത് സുന്ദരമായി തന്നെ എല്ലാ സാധനങ്ങളും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സൗകര്യപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഒരു ഇടമായിട്ട് തന്നെ ഈ ഒരു ഭാഗം കൂടി ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലെല്ലാം കർവ്ഡ് ടൈപ്പിലായിട്ടുള്ള ജിപ്സം സീലിംഗിലെല്ലാം കൊടുത്ത് അതിസുന്ദരമായ ലൈറ്റുകളെല്ലാം കൊടുത്ത് എല്ലാ ലൈറ്റുകളും ഹൈഡ് ആവുന്ന രീതിയിൽ കൺസീൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 2 സൈഡ് ടേബിളിന്റെ സൈഡിലേക്കും ഹാങ്ങിങ് ലൈറ്റ് 2 കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 6-6.25 സൈസിലാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. സിമ്പിളായി ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ 3 ഡോറുള്ള ഒരു വാർഡ്രോബും കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഇതിന്റെ ബാത്റൂമിന്റെ സൈഡിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലോങ് ടൈപ്പിലുള്ള മിറർ എല്ലാം കൊടുത്ത് ഓപ്പൺ ഷെൽഫും കൊടുത്ത് ഡ്രോവേഴ്സുകളെല്ലാം കൊടുത്ത് എല്ലാ സൗകര്യവും നല്ല മനോഹരമായിട്ടും സിമ്പിൾ ആയിട്ടും സെറ്റ് ചെയ്തിട്ടാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാൽക്കണി ഏരിയ ആണ് ഈ ഒരു ഭാഗം.
ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു ഭാഗം കൂടി കൊടുത്ത് മനോഹരമായി തന്നെ ഈ ഒരു വീടിന്റെ ബാൽക്കണി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്നും, അതായത് സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് നിന്നും വളരെ ഈസി ആയിട്ട് ആക്സസബിൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ടെറസിലേക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് GI പൈപ്പിലാണ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ലെഗ്സ് എല്ലാം GI പൈപ്പ് തന്നെ കൊടുത്ത് ബ്ലാക്ക് ടോണിലുള്ള ഒരു പെയിന്റ് അടിച്ച് ഹാൻഡ് റെസ്റ്റുകളെല്ലാം വുഡൻ ടോണിലുള്ള ഒരു പെയിന്റും കൂടി കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിലെല്ലാം കൊടുത്തിട്ടുള്ളത് ടൈല് വുഡൻ ഫിനിഷിങ്ങിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. റേസർ കൊടുത്തിട്ടുള്ളത് നോർമൽ ടൈലുകളാണ്. ഇവിടെ ഹാളിലെല്ലാം ഉപയോഗിച്ചേക്കുന്ന അതേ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ റേസർ കൊടുത്തിട്ടുള്ളത്. എല്ലാ സ്റ്റെപ്പിന്റെ സൈഡിലും ലൈറ്റുകൾ കൊടുത്തിട്ട് മനോഹരമായിട്ട് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന പുത്തൻ വീടുകളുടെ വിശേഷങ്ങളുമായി തണൽ നമ്മുടെ ഇടം നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കും. ആ വിശേഷങ്ങൾ ഞങ്ങൾ എത്തിക്കുന്ന ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ കൂടെ സബ് ചെയ്ത് നിൽക്കുക, സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അതുവരേക്കും രാജേഷ് പുറത്തൂർ സൈനിങ് ഓഫ്.